ഈ പാല് തൈരാവുന്നത് നമുക്കറിയാം, നമ്മൾ പാലിലേക്ക് കുറച്ച് തൈര് ചേർക്കും, അപ്പോഴാണല്ലോ പാല് തൈരാവുക. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഇതിലുള്ള ഷുഗറായ ലാക്ടോസ് ലാക്റ്റിക് ആസിഡായി മാറും. അപ്പോൾ പാലിലുള്ള പ്രോട്ടീനായ കസീൻ കട്ട പിടിച്ചിട്ടാണ് തൈരാവുന്നത്. ഇതിൽ നിറയെ നല്ല ബാക്ടീരിയ ഉണ്ട്. ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ കുടൽ, ഇൻഡസ്റ്റൈൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ചെറുകുടലിന് 6 മീറ്ററോളം വലിപ്പമുണ്ട്. അപ്പോൾ ഇതിൽ ട്രില്യൺ കണക്കിന് ബാക്ടീരിയകളുണ്ട്. ട്രില്യൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവനും എണ്ണിയാൽ നമുക്ക് തീർക്കാൻ കഴിയാത്ത അത്ര ബാക്ടീരിയ ഈ വയറ്റിലുണ്ട്. അതിൽ നല്ലതും ചീത്തയുമായ ബാക്ടീരിയ ഉണ്ട്. അതിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഈ ചീത്ത ബാക്ടീരിയ, അപ്പോൾ ബയോഫിലിയ വാട്സോവത്തിയ എന്നൊക്കെ പറയുന്ന ബാക്ടീരിയ ഗ്യാസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ. അപ്പം ഈ നല്ല ബാക്ടീരിയ കുറയും ചീത്ത ബാക്ടീരിയ കൂടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഭക്ഷണം കഴിച്ചാൽ ടോയ്ലറ്റ് പോകാൻ തോന്നും, അല്ലെങ്കിൽ വയറിളകി പോവുക, അല്ലെങ്കിൽ പുളിച്ചു തീട്ടും പോലെ വരിക, ഛർദ്ദിക്കാൻ വരിക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ബാക്ടീരിയ കൂടുകയും ഇതിനൊരു ആശ്വാസം കിട്ടാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ തൈര് കുടലിൽ ബ്യൂട്രൈറ്റ് എന്ന് പറയുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ല ബാക്ടീരിയൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്, കുടലിലെ നീർക്കെട്ട് കുറയ്ക്കുന്നതിന് നല്ലതാണ്. നമ്മുടെ ഗട്ട് ബാരിയർ എന്ന് പറയും, നമ്മുടെ കുടലിൽ നിന്ന് രക്തത്തിലേക്ക് വേണ്ടാത്ത വസ്തുക്കളെ കടത്തിവിടാത്ത ഒരു തടസ്സമുണ്ട്. ആ തടസ്സത്തിന് ബലം വെക്കുന്നതിനും ഇത് നല്ലതാണ്. അതുകൊണ്ട് ദിവസവും തൈര് ഭക്ഷണത്തിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്.